കഥ ഭർത്താവ് ഭാഗം 47. ശ്യാംസുന്ദരിൻ്റെ കണ്ണുകൾ തൻ്റെ മുഖത്ത് നിന്ന് എഴിഞ്ഞു കഴുത്തിലേക്ക് വരുന്നത് കണ്ടപ്പോൾ സുനിത വിതിർത്തിട്ടിരുന്ന മുടി വാരി തോളിലൂടെ മുൻപോട്ടിട്ടു. നീ എന്താ സുനിത മോളെ ഉരുളിയുമായിട്ടൊക്കെ നിൽക്കുന്നത്? നിങ്ങൾ ആഹാരം കഴിച്ചു കൊണ്ടിരുന്നതാണോ? അവൻ അവളുടെ കയ്യിലിരുന്ന സ്റ്റീൽ ഉരുളിയിലേക്ക് തൊടാനായി കൈനീട്ടിയതോടെ സുനിത പെട്ടെന്ന് ആ പാത്രം നിലത്തേക്കിട്ടു. അതിനൊപ്പം തന്നെ അവൾ അകത്തേക്ക് നോക്കി ഉച്ചത്തിൽ അമ്മേ എന്ന് വിളിച്ചു. സ്റ്റീൽ പാത്രം നിലത്ത് വീണ് കറങ്ങി തിരിഞ്ഞു നിൽക്കുന്ന ഒച്ചയും സുനിതയുടെ വിളിയും ഒരേപോലെയാണ് അവരുടെ കാതിലേക്കെത്തിയത്. വിജയമ്മ അല്ലേ വന്നത്? ഈ പെണ്ണ് എന്തിനാണോ കിടന്ന് കാറി കൂവുന്നത്? സരോജിനിയമ്മ ഇരുന്നിടത്ത് നിന്ന് എണീറ്റു കൊണ്ട് സ്വയം എന്നോണം പറഞ്ഞു. അവർ മുൻവശത്തേക്ക് പോകാൻ നേരം അവിടെ ഇരുന്ന് ഹോംവർക്ക് ചെയ്തുകൊണ്ടിരുന്ന ശ്രീകുട്ടൻ മുഖം തിരിച്ച് അമ്മയെ ഒന്ന് നോക്കി. നീ എന്തിനാ മോളെ അമ്മയെ വിളിക്കുന്നത്? അവളില്ലേ ഇവിടെ നിന്റെ ചേച്ചി ശ്രീലേഖ? ശ്യാംസുന്ദർ അവളെ കോരി കുടിക്കും പോലെ ഒരു നോട്ടം നോക്കി. അമ്മേ ഇങ്ങോട്ടൊന്ന് വന്നേ. സുനിതയ്ക്ക് അവൻ്റെ മുമ്പിൽ നിന്ന് ഓടി മാറാൻ പറ്റാത്ത വിധമാണ് അവൻ്റെ നിൽപ്പ്. എന്താടി പെണ്ണേ എന്നും ചോദിച്ചും കൊണ്ട് അവിടേക്ക് വന്ന സരോജിനമ്മ കൺമുൻപിൽ ശ്യാംസുന്ദർ നിൽക്കുന്നത് കണ്ട് സ്തബ്ധയായി നിന്നുപോയി. ആ അമ്മ വന്നോ? ഇവളെന്നെ കണ്ടിട്ട് അമ്മേ പെട്ടെന്ന് കിടന്ന് കാറി വിളിച്ചത്. എന്നെ ആദ്യം കാണും പോലല്ലേ അവൾക്കുണ്ടായ പേടി. താനൊരു തമാശ പറഞ്ഞതായി തോന്നിയിട്ട് അവൻ സ്വയം ചിരിച്ചു. സരോജിനമ്മയുടെ മുഖത്തെ ഗൗരവവും സുനിതയുടെ മുഖത്തെ ദേഷ്യവുമൊക്കെ അവൻ പാടെ അവഗണിച്ചു കളഞ്ഞു. ശ്രീലേഖയുടെ അമ്മേ? അവൻ തൻ്റെ റൂമിന് നേർക്ക് നോക്കി തിരക്കി. നേരം ഇത്ര ആയില്ലേ? അവൾ ഉറങ്ങി. നീ പോയി കുളിച്ചിട്ട് വാ. ആഹാരം വേണമെങ്കിൽ ഞാൻ എടുത്തു തരാം, സരോജിനിയമ്മ പറഞ്ഞു. 9 മണിയായതാണോ നേരം ഇത്രയുമെന്ന് അമ്മ പറഞ്ഞത്? ഞാൻ മുമ്പ് വണ്ടി ഓടിയിട്ട് വരുമ്പോൾ 11 12 മണിയായാലും അവൾ ഇവിടെ ഈ റൂമിൽ ഞാൻ വരുന്നതും കാത്തിരിക്കാറുണ്ടായിരുന്നല്ലോ. ഇന്നിപ്പോൾ നീ വരുമെന്ന് അവൾക്കറിയാമോ ശ്യാമേ? അല്ലെങ്കിൽ നീ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ട് വേണമായിരുന്നു വരാൻ. നേരത്തെ വിളിച്ച് പറഞ്ഞ് സീറ്റ് റിസർവ് ചെയ്തിട്ട് വരാൻ ഞാൻ ഇങ്ങോട്ട് സിനിമ കാണണമെന്നൊന്നുമല്ലല്ലോ. അവൾ ഞങ്ങളുടെ റൂമിലുണ്ടാമേ? അവൻ വീണ്ടും റൂമിന് നേർക്ക് നോക്കി. അവൾ ഉറങ്ങിയെന്ന് പറഞ്ഞില്ലേ മോനെ? ഇനി അവളെ ഉണർത്താൻ നിൽക്കണ്ട. രാവിലെ മുതൽ പോയി ജോലി ചെയ്തിട്ട് വന്ന് ക്ഷീണിച്ച് കിടക്കുക. എന്തായാലും അമ്മ അവളെ വിളിക്ക്. ഞാൻ വന്നിട്ടുണ്ടെന്ന് പറയും. ഞാൻ രാവിലെ മുതൽ ജോലി ചെയ്തിട്ട് ക്ഷീണിച്ചു വന്നതാ. ഏതായാലും 10-14 മണിക്കൂർ വളയം പിടിക്കുന്നതിനേക്കാൾ വലിയ കട്ടിപ്പണിയൊന്നുമല്ലല്ലോ AC റൂമിലിരുന്ന് പരദൂഷണം പറയുന്നത്. ശ്യാംസുന്ദറിൻ്റെ മുഖം വലിഞ്ഞു മുറുകുന്നത് കണ്ടതോടെ സരോജിനിയമ്മയ്ക്ക് മനസ്സിലായി ശ്രീലേഖ വരാതെ അവൻ ഇവിടെ നിന്നും മാറാൻ പോകുന്നില്ലെന്ന്. അമ്മയോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു കഴിഞ്ഞു അവളെ വിളിക്കാൻ. എൻ്റെ ഭാര്യയെ വിളിക്കാനാണ് ഞാൻ പറഞ്ഞത്. അവൻ്റെ ശാന്തമായ സ്വരത്തിൽ ഒരു ഭീഷണി ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് അവർക്ക് തോന്നി. മോനെ, അവൾ ഉറങ്ങിക്കിടക്കുവാണെന്ന് അമ്മ പറയുന്നത് നീയൊന്ന് മനസ്സിലാക്ക്. അല്ലെങ്കിൽ നീ പോയി കുളിക്കുകയോ നനയ്ക്കുകയോ ഒക്കെ ചെയ്യേ. അപ്പോഴേക്കും അമ്മ അവളെ വിളിച്ചുണർത്തിക്കൊണ്ട് വരാം, പോരെ? ശ്യാംസുന്ദർ അവർ രണ്ടുപേരെയും ഒന്ന് മാറി മാറി നോക്കിയിട്ട് തൻ്റെ റൂമിലേക്ക് പോന്നു. അമ്മേ, ചേച്ചിയെ വിളിക്കണ്ടേ? പാവം സമാധാനത്തോ കിടന്നൊന്ന് കണ്ണടച്ചതേയുള്ളൂ. സുനിത വന്ന് അമ്മയുടെ കയ്യിൽ തൊട്ടും കൊണ്ട് പറഞ്ഞു. പിന്നെ ഉറങ്ങിക്കിടക്കുന്ന പെണ്ണിനെ ഇപ്പോൾ വിളിച്ചുണർത്താൻ പോവല്ലേ? വേറെ പണിയില്ല. നീ പോയി റൂമിൽ കയറി വാതിലടച്ച മോളെ. അവന് ആഹാരം വേണമെങ്കിൽ ഞാൻ എടുത്തു കൊടുത്തോളാം. വല്ലതും വേണമെങ്കിൽ കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങട്ടെ. അമ്മേ, ചോറ് വെള്ളം ഒഴിച്ചു വെച്ചു. അതിന് ഊറ്റി വാരി കൊടുത്താൽ ശ്യാമേട്ടൻ കഴിക്കുമോ? ഗോതമ്പ് പൊടി എടുത്ത് ദോശയോ മറ്റോ ഉണ്ടാക്കി കൊടുത്താലോ അമ്മേ? നിന്നോട് പോയി കിടന്നോളാം അല്ലേടി പറഞ്ഞത്. ചെല്ല്. അവർ സുനിതയുടെ റൂമിന് നേർക്ക് വിരൽ ചൂണ്ടി. സുനിത മനസ്സില്ല മനസ്സോടെ ചെന്ന് റൂമിൽ കയറി വാതിൽ ചാരി. അവൾ തൻ്റെ ബെഡിലേക്ക് ചെന്ന് ഉറങ്ങിക്കിടക്കുന്ന ശ്രീലേഖയ്ക്ക് അരികിലേക്ക് ഇരുന്നപ്പോൾ അവളോട് ശ്രീകുട്ടൻ തിരക്കി. ആരാ ചേച്ചി അവിടെ വന്നത്? അമ്മ എന്തിയേ?
അമ്മ അമ്മ അവിടെ നിൽപ്പുണ്ട്, ശ്യാമേട്ടൻ വന്നിട്ടുണ്ട്, അവൾ മടിച്ച് അവനോട് പറഞ്ഞു. അവൻ്റെ കണ്ണുകളിലൂടെ ഒരു ഭീതി ഉടലെടുത്തത് വിറയൽ പോലെ അവൻ്റെ ശരീരമെമ്പാടും പാഴുന്നത് അവൾക്ക് കാണാമായിരുന്നു. ശ്രീകുട്ടൻ എണീറ്റ് മുടന്തി അവളുടെ അടുത്തേക്ക് വന്നു. ഇവിടെ നമ്മുടെ കൂടെ താമസിക്കാൻ വന്നതാണോ ചേച്ചി അയാൾ? ആയിരിക്കും. അതിന് നീ എന്തിനാ മോനെ പേടിക്കുന്നത്? മുമ്പും ശ്യാമേട്ടൻ ഇവിടെയല്ലേ താമസിച്ചിരുന്നത്? വേണ്ട, ഇവിടെ അയാൾ വേണ്ട, അവൻ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. ഇനി ഇങ്ങോട്ട് വരണ്ടെന്ന് നമ്മൾക്ക് അയാളോട് പറയാം ചേച്ചി. അയാൾ ഇവിടെ വന്നാൽ പിന്നെ എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല ചേച്ചി. അവൻ സുനിതയുടെ അടുത്തേക്കിരുന്ന ശേഷം അവളുടെ തോളിലേക്ക് തല ചായ്ച്ചു. നീ എന്തിനാ മോനെ ശ്യാമേട്ടൻ ഇങ്ങനെ പേടിക്കുന്നത്? ശ്യാമേട്ടൻ എന്നെ തല്ലുവോ വഴക്ക് പറയുവോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. എന്നാലും വേണ്ട ചേച്ചി, അയാളിവിടെ കിടന്ന് നിങ്ങളോടൊക്കെ വഴക്കുണ്ടാക്കിയില്ലേ? എനിക്ക് അതും പേടിയാ. സ്കൂളിൽ ഇരിക്കുമ്പോൾ പോലും പിന്നെ എനിക്ക് ആ ഓർമ്മയാ. അവൻ്റെ വാക്കുകളിലെ ഭീതി അവൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. അവനിൽ കുറേ നാളായി കാണുന്ന മാറ്റത്തിൻ്റെ കാരണവും ഇതുതന്നെയാവും. സുനിത അവനെ കൂടുതൽ തന്നോട് ചേർത്ത് പിടിച്ചു. ശ്യാമേട്ടൻ എന്നൊരാൾ ഇവിടെ ഉണ്ടെന്നേ നീ കരുതണ്ട. അപ്പോൾ നിനക്ക് പേടി തോന്നില്ലല്ലോ. ഞങ്ങളെല്ലാം ഇല്ലാടാ ഇവിടെ, പിന്നെന്തിനാ നീ പേടിക്കുന്നത്? സുനിത അവനെ തന്നാലാവും വിധം ആശ്വസിപ്പിക്കാൻ നോക്കിയെങ്കിലും അവൻ്റെ കുഞ്ഞു മനസ്സിൻ്റെ ഭീതിയുടെ താപം തണുപ്പിക്കാൻ ആ വാക്കുകളൊന്നും പര്യാപ്തമായിരുന്നില്ല. ശ്യാംസുന്ദർ കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറി ഡൈനിങ് റൂമിലേക്ക് വരുമ്പോൾ അവിടെ സരോജിനിയമ്മ ചിന്താവിശിഷ്ടായി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അവനൊരു ടവൽ കൊണ്ട് കഴുത്തിലൂടെ ചുറ്റിപ്പുതച്ചാണ് നിൽക്കുന്നത്. നിനക്കെന്താ മോനെ വേണ്ടത്? ചോറിൽ വെള്ളം ഒഴിച്ചു പോയല്ലോ. പോരാത്തന്നെ ഫ്രിഡ്ജിലിരുന്ന് തണുത്തതുമാണ്. അമ്മ 2 ദോശ ചുട്ട് തരട്ടെ? അല്ലെങ്കിൽ ഉപ്പുമാവ് ഉണ്ടാക്കി തരാം. അവർ ഒരു പാത്രം എടുത്ത് മേശപ്പുറത്തേക്ക് വെച്ച ശേഷം ആട്ടമാവ് വെച്ചിരുന്ന ബക്കറ്റിൻ്റെ മൂടി തുറന്നു. ശ്യാംസുന്ദർ അവരുടെ അടുത്തേക്ക് വന്ന് ബക്കറ്റിൻ്റെ മൂടി വാങ്ങി അത് അടച്ചു വെച്ച ശേഷം ബക്കറ്റ് അവനെടുത്ത സ്ഥലത്ത് തന്നെ കൊണ്ടുചെന്ന് വെച്ചു. ഏതായാലും ഈ രാത്രി എനിക്ക് ആഹാരമുണ്ടാക്കി എൻ്റെ ഹൃദോഗിയ അമ്മായിയമ്മ ബുദ്ധിമുട്ടണ്ട. ഞാൻ ആഹാരം കഴിച്ചിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. എനിക്ക് വിശപ്പില്ല. അമ്മ പോയി എൻ്റെ ഭാര്യയെ വിളിച്ചു നിർത്താനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അമ്മയ്ക്ക് ഇത് വയ്യുന്നുണ്ടെങ്കിൽ ഞാനും ഇന്ന് അമ്മയുടെ മകളുടെ കൂടെ അവിടെയാ കിടക്കുന്നത്. ശ്യാംസുന്ദർ സുനിതയുടെ റൂമിന് നേർക്ക് നടക്കുന്നത് കണ്ടതോടെ സരോജിനിയമ്മ ഓടി വന്ന് അവൻ്റെ മുൻപിൽ കയറി നിന്നു. അവിടെ എൻ്റെ കുഞ്ഞുങ്ങൾ കിടക്കുന്ന മുറിയാ. നീ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? അവിടെയല്ല എൻ്റെ ഭാര്യയുള്ളത്. ഞാൻ ആ റൂമിൽ തറയിൽ ഒരു പായ വിരിച്ച് കിടന്നോളാം അമ്മേ. എന്നെക്കൊണ്ട് അവർക്ക് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാകാൻ പോകുന്നില്ല. ഭാര്യയുള്ളിടത്തല്ലാതെ ഭർത്താവ് പോയി വേറെ എവിടെയാണ് കിടക്കേണ്ടത്? നീ അവിടെ നിൽക്ക്, അങ്ങോട്ട് പോകണ്ട. ഞാൻ ശ്രീലേഖയെ വിളിക്കാം. ഗത്യന്തരമില്ലാതെ സരോജിനിയമ്മയ്ക്ക് കീഴടങ്ങുകയെ തരമുള്ളായിരുന്നു. പുറത്തെ സംസാരം കേട്ട് ശ്രീലേഖയും ഉണർന്നു കഴിഞ്ഞു. അവൾ കിടന്നുകൊണ്ട് തന്നെ തലചരിച്ചു സുനിതയെ നോക്കി. തൻ്റെ തൊട്ടരികിൽ ശ്രീകുട്ടനെയും ചേർത്ത് പിടിച്ച് സുനിത ഇരിക്കുന്നത് കണ്ടതോടെ ശ്രീലേഖ ബെഡിൽ എണീറ്റിരുന്നു. ആരടി പുറത്ത്? അമ്മ ആരോടെ സംസാരിക്കുന്നത്? ഒരു കോട്ടുവായിട്ട് കൈപ്പത്തിയുടെ പിൻപുറം കൊണ്ട് വായിൽ തട്ടി ശ്രീലേഖ ചോദിച്ചു. ചേച്ചി, അവിടെ ശ്യാമേട്ടൻ വന്നിട്ടുണ്ട്, സുനിത ശബ്ദം താഴ്ത്തി പറഞ്ഞു. ശ്രീലേഖയുടെ കണ്ണിലും മുഖത്തുമുണ്ടായിരുന്ന ഉറക്കത്തിൻ്റെ ആലസ്യം നൊടിനേരം കൊണ്ട് മാഞ്ഞുപോയി. എപ്പോൾ? അവൾ അനിയത്തിയെ നോക്കിക്കൊണ്ട് കട്ടിലിൽ നിന്ന് എണീറ്റു. കുറച്ചു നേരമായി ചേച്ചി. ഉറങ്ങുമായിരുന്നു. ഉണർത്തണ്ടല്ലോ എന്ന് കരുതി പറയാതിരുന്നതാ. ദേ ഇവനാകെ പേടിച്ച് വിറച്ചിരിക്കുക ചേച്ചി. സുനിത സഹോദരൻ്റെ ശിരസിൽ തൈകിക്കൊണ്ട് പറഞ്ഞു. ശ്രീലേഖ എന്ത് പറയണമെന്നറിയാതെ നിൽക്കുമ്പോൾ വാതിൽ തട്ടുന്ന ഒച്ച കേട്ടു. തുടർന്ന് സരോജിനിയമ്മയുടെ സ്വരം. മോളെ, അവൾ ഉണർന്നില്ലേ? ഇല്ലെങ്കിൽ ശ്രീലേഖയെ വിളിച്ചുണർത്തി മോളെ. അവളോട് പറയ് ശ്യാം വന്നിരിക്കുന്നെന്ന്. ശ്രീലേഖയും സുനിതയും ഒന്ന് മുഖാമുഖം നോക്കി. പിന്നെ ശ്രീലേഖ ചെന്ന് വാതിൽ തുറന്നു. സരോജിനിയമ്മയ്ക്ക് മകളുടെ മുഖത്തേക്ക് നോക്കാൻ ശക്തിയില്ലായിരുന്നു. അമ്മയ്ക്ക് പിന്നിലായി ശ്യാംസുന്ദർ നിൽക്കുന്നത് ശ്രീലേഖയ്ക്ക് കാണാമായിരുന്നു. ദാ നിൽക്കുന്നു നിന്റെ ഭാര്യ എന്ന
അർത്ഥത്തിൽ സരോജിനിയമ്മ തിരിഞ്ഞു ശ്യാമിനെ നോക്കി. 9 മണിയായപ്പോൾ നീ കയറി കിടന്നുറങ്ങിയോടി. എത്ര നേരമായി ഞാൻ വന്നിട്ടെന്നറിയാവോ? ശ്യാമേട്ടൻ വാ. ശ്രീലേഖ നടന്ന് അവൻ്റെ അടുത്തേക്ക് ചെന്ന ശേഷം അവന് മാത്രം കേൾക്കാൻ പാകത്തിൽ പറഞ്ഞിട്ട് തങ്ങളുടെ റൂമിലേക്ക് നടന്നു. അവൾ അവിടെ ചെന്നെത്തും മുൻപേ അവളോടൊപ്പം ശ്യാംസുന്ദറും അവിടേക്കെത്തി. ശ്യാമേട്ടൻ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? വേണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിത്തരാം. അവൾ പറയുന്നത് തന്നോടെന്നുള്ള മട്ടിൽ അവൻ ചെന്ന് ബെഡിലേക്കിരുന്നു. ഇവിടെ വന്നാൽ ഒന്നും കാണില്ലെന്ന് എനിക്കറിയില്ലേ. ഞാനതുകൊണ്ട് പുറത്തുനിന്ന് കഴിച്ചു. നീ എന്താ ലേഖേ അവിടെ നിൽക്കുന്നത്? ഇവിടെ വന്നിരിക്കടി. അവൻ തൻ്റെ അരികിൽ വന്നിരിക്കാൻ അവളോട് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. എനിക്ക് സുഖമില്ല ശ്യാമേട്ട. ശ്യാമേട്ടന് ആഹാരം വേണ്ടെങ്കിൽ കിടന്നോ. എനിക്ക് തീരെ വയ്യ. വയ്യേ? ശ്യാംസുന്ദർ എണീറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് അവളുടെ നെറ്റിയിൽ കൈവച്ച് നോക്കി. ചൂടൊന്നുമില്ലല്ലോ. പനിയുണ്ടോ നിനക്ക്? ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഗുളിക എടുത്ത് കഴിക്ക്. ഇത് പനിയൊന്നുമില്ല ശ്യാമേട്ട, എനിക്ക് ഉണ്ടാകാറുള്ളതാ. അവൾ വയറ്റിൽ അമർത്തി പിടിച്ചു. എങ്കിൽ വന്ന് കിടന്നോ, അധികം സംസാരിച്ചു നിൽക്കണ്ട. അവൻ അവളുടെ തോളിൽ കൈയിട്ടെങ്കിലും അവൾ ആ കൈ മെല്ലെ എടുത്തു മാറ്റി. ശ്യാമേട്ടൻ കിടന്നോ, ഞാൻ കുറച്ചു നേരം ഒന്നിരിക്കട്ടെ. അവൾ അവിടെ കിടന്ന് ഒരു കസേരയിലേക്കിരുന്നു. ശ്യാംസുന്ദർ ചെന്ന് ബെഡിലേക്ക് ഇരുന്ന ശേഷം ശ്രീലേഖയെ ഒന്ന് നോക്കി. നീ ജോലിക്ക് പോയി തുടങ്ങിയോ? അമ്മ പറഞ്ഞ് ജോലി ചെയ്ത് ക്ഷീണിച്ചു വന്ന് കിടന്നുറങ്ങുവാണെന്ന്. പോയി 3 ആഴ്ചയാകുന്നു. ഇവിടെ പഴയ നിൻ്റെ ഹോസ്പിറ്റലിൽ തന്നെയാണോ? അതോ പുതിയ ഇടം പിടിച്ചോ? പഴയയിടത്ത് തന്നെയാ. ഞാൻ ജോലിക്ക് പോകുന്ന കാര്യം പറയാൻ 2 തവണ ശ്യാമേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു തവണ ശ്യാമേട്ടൻ കോൾ കട്ട് ചെയ്ത് കളഞ്ഞു. ആ, നീ വിളിച്ചായിരുന്നോ? ഞാനും ഓർക്കുന്നില്ല. ഞാൻ ജോലി തിരക്കിലായിരുന്നിരിക്കും. വണ്ടി ഓടിച്ചും കൊണ്ടിരിക്കുമ്പോൾ ആര് ഫോൺ ചെയ്താലും ഞാൻ എടുക്കാറില്ല. ഫോൺ കയ്യിലെടുക്കാഞ്ഞിട്ടാണോ ശ്യാമേട്ട കോൾ കട്ടായത്? അല്ലല്ലോ, ഞാനാണ് വിളിച്ചതെന്ന് അറിഞ്ഞില്ലെങ്കിലും എപ്പോഴെങ്കിലും ശ്യാമേട്ടനൊന്ന് തിരിച്ചു വിളിച്ചു എന്താ കാര്യമെന്ന് ചോദിക്കാൻ തോന്നിയോ? അതുമില്ലല്ലോ. ആ കോൾ വന്നത് ഞാൻ മറന്നുപോയി കാണും. എനിക്കത് മാത്രമാണോ ഓർമ്മ? ജോലി കഴിഞ്ഞാൽ പോലും 100 കൂട്ടം തിരക്കാ. നീ ജോലിക്ക് പോയി 3 ആഴ്ചക്കിടയിൽ 2 തവണ വിളിച്ചത് അത്ര മഹാകാര്യമായൊന്നും ഓർത്തിരിക്കേണ്ടല്ലോ. ശ്യാമേട്ട, വെറുതെ നമുക്ക് കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ് നോക്കാൻ നിൽക്കണ്ട. അതങ്ങ് വിട്ടേക്ക്. എനിക്ക് ശ്യാമേട്ടനോട് വേറൊരു കാര്യം പറയാനുണ്ട്. നമുക്ക് കുറച്ചുനാൾ ശ്യാമേട്ടൻ്റെ വീട്ടിൽ പോയി നിന്നാലോ? നമ്മുടെ കല്യാണം കഴിഞ്ഞ ശേഷം 1-2 തവണയല്ലേ നമ്മൾ അവിടേക്ക് പോയിട്ടുള്ളൂ. എത്ര നാളായി കല്യാണത്തിന് ശേഷം ശ്യാമേട്ടൻ അവിടെ തന്നെ നിൽക്കുന്നു. എനിക്ക് എത്രയോ നാൾ കൊണ്ട് തോന്നുന്നതാണ്, അറിയുമോ, അവിടെ പോയി അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ കൂടെ ഒന്ന് നിൽക്കണമെന്ന്. നാളെ ഞാൻ ജോലി കഴിഞ്ഞ് നേരെ ശ്യാമേട്ടൻ്റെ വീട്ടിലേക്ക് പോകും. ശ്യാമേട്ടൻ ജോലി കഴിഞ്ഞ് വൈകിട്ട് അങ്ങോട്ട് വന്നേക്കണേ. അച്ഛനും അമ്മയ്ക്കും ഒരു സന്തോഷവും ആയിക്കോട്ടെ. എന്താ? നീ പൊയ്ക്കോ. ജോലി കഴിഞ്ഞ് നേരെ അവിടെ പോയി 1 ആഴ്ചയോ 2 ആഴ്ചയോ നിന്ന് അച്ഛനെയും അമ്മയും സന്തോഷിപ്പിച്ചിട്ട് വന്നാൽ മതി. കൂടെ നീയും സന്തോഷിച്ചോ. ഞാനിപ്പോൾ 3 ആഴ്ച അവിടെ നിന്ന് അവരെ സന്തോഷിപ്പിച്ചിട്ട് വന്നേയുള്ളൂ. അതുകൊണ്ട് ഞാനില്ല, ഞാൻ ഇവിടെ നിന്നോളാം. ഇതാണോ ഇത്ര വലിയ മഹാകാര്യമായി നീ പറയാൻ വന്നത്? വേണമെങ്കിൽ വന്ന് കിടന്നുറങ്ങ്, അല്ലെങ്കിൽ അവിടെ നിന്ന് നേരം വെളുപ്പിക്കുക. ശ്യാംസുന്ദർ അവിടെ ഇരുന്നും കൊണ്ട് കൈയെത്തിച്ചു ലൈറ്റ് കെടുത്തി. തുടരും കഥയുടെ അടുത്ത ഭാഗം.